കാടിന്റെ നടുവിലൊരു കാട്. കേട്ടിട്ടുണ്ടോ അങ്ങനെ? കുളവും വൻ മരങ്ങളും ഗുഹയൊക്കെയുള്ള ഒരു കൊച്ചു സ്ഥലമാണ് കൊച്ചരിക്കൽ. അങ്ങോട്ടേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. എറണാകുളം ജില്ലയിലെ പിറവത്ത് നിന്ന് ഒരു 12 കിലോമീറ്റർ പോയാൽ കൊച്ചരിക്കലേക്ക് എത്തും. എറണാകുളം ജില്ലയിലെ വെള്ളച്ചാട്ടമായ അരീക്കലില്ലേ, അതും പിറവത്ത് തന്നെയാണ്. ഇവിടെ മഴക്കാലത്തെ വെള്ളം ഉണ്ടാകും. ഇവിടെ നിന്നും 3 കിലോമീറ്റർ ദൂരമേ കൊച്ചരിക്കലേക്കുള്ളൂ. എറണാകുളം ജില്ലയിലെ പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിലാണ് ഈ 2 സ്ഥലങ്ങളും. ഈ നടകൾ ഇങ്ങനെ ഇറങ്ങി ചെല്ലുന്നതാണ് കൊച്ചരിക്കൽ കേവ്സ്. ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറൊരു ലോകത്താണ്. ആകാശം മുട്ടി നിൽക്കുന്ന വൻ മരങ്ങളും പഴയ കരിങ്കൽ പാതകളും കുളവും ഗുഹയെല്ലാം പഴയ യക്ഷിപ്പടങ്ങളിലെ കാവുകൾ പോലെ തോന്നും. തോന്നിയോ? ഇവിടെ 2 ഗുഹകളുണ്ട്. അതിലൊന്നിന്റെ താഴെയായി തെളിനീർ ഉറവയുണ്ട്. അതിലെ വെള്ളം ഒഴുകിയെത്തുന്നത് ഈ കുളത്തിലേക്കാണ്. വേനൽക്കാലത്തും വറ്റാത്ത ഈ ഉറവയിലെ വെള്ളമാണ് ഈ നാട്ടുകാർ കുടിക്കുന്നത്. ഗുഹകളെ പറ്റി പറയാനാണെങ്കിൽ പണ്ട് കാലത്ത് യുദ്ധപോരാളികളുടെ ഒളിത്താവളമായിരുന്നു ഇത്. പണ്ട് ഈ ഗുഹകൾക്ക് 3 കിലോമീറ്റർ ദൂരമുണ്ടെന്നൊക്കെയായിരുന്നു കഥകൾ. എന്നാൽ ഇത്രയും ദൂരമൊന്നും ഇല്ലെങ്കിലും ഒരുപാട് ആളുകൾക്ക് ഇതിനുള്ളിൽ കയറി സുഖമായിരിക്കാം. ഇതിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്കുള്ള കാഴ്ച ഭംഗിയുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാണുക തന്നെ വേണം. ഈ കാണുന്ന മുത്തശ്ശി മരങ്ങളുടെ വേരുകളാണ് ഗുഹകളെ ഇങ്ങനെ സംരക്ഷിച്ചു നിർത്തുന്നത്. ഇവിടെ ഒരു കാടിന്റെ ഫീലില്ലേ? അതിന്റെ കാരണം ഇവരാണ്, മുത്തശ്ശി മരങ്ങൾ. കാടുകളിലൊക്കെ കാണുന്ന ചീനി മരങ്ങളാണിത്. 40 മീറ്റർ വരെ ഉയരം വെക്കുന്ന ഈ മരങ്ങളുടെ വേരുകളിൽ പോലും ഗുഹകൾ രൂപപ്പെട്ടിട്ടുണ്ട്. മഴക്കാലത്ത് ഗുഹകളേക്കാൾ ആളുകൾ തേടിയെത്തുന്നത് ഈ കുളമാണ്. എറണാകുളത്ത് നിന്നും മൂന്നാറിലേക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഉൾപ്പെടുത്താൻ പറ്റിയ സ്ഥലങ്ങളിൽ ഒന്നാണ് കൊച്ചരിക്കലും.